എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ തിരുവാതിര ആഘോഷങ്ങൾ 11-ാം തീയതി വൈകുന്നേരം തുടങ്ങും. ഈ വർഷത്തെ സ്പെഷ്യൽ പൂജയായിട്ട് തിരുവാതിരയ്ക്ക് ചെയ്യുന്നത് ശിവപൂജയാണ്. എല്ലാവരും ശിവപൂജയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം. അതുപോലെ തന്നെ അന്നേ ദിവസം 8:15 ശേഷം തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പൂജാ കമ്മിറ്റി ചെയറായിട്ടുള്ള രാജി ചേച്ചി പറയുന്നതായിരിക്കും. നമസ്കാരം. ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിവാഹിതരായ സ്ത്രീകൾ ദീർഘദാമ്പത്യത്തിനും അവിവാഹിതരായ സ്ത്രീകൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്രതം എടുക്കുന്ന സ്ത്രീകൾ ശനിയാഴ്ച ഒരിക്കലാണ് അനുഷ്ഠിക്കേണ്ടത്. അതായത് ഒരു നേരം അരിയാഹാരം. അതിനുശേഷം വൈകുന്നേരം നമ്മൾ കൂവപ്പായസം, ഗോതമ്പ് കഞ്ഞി, കരിക്ക് എന്നിവയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ആ വിഭവങ്ങളെല്ലാം നമ്മൾ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്രതം എടുത്ത സ്ത്രീകൾ ഒരു 7 മണിക്ക് മുമ്പായിട്ട് അമ്പലത്തിലേക്ക് വരിക. ഹോളിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് വന്ന ദീപാരാധനയിൽ പങ്കെടുക്കാം. അന്നേ ദിവസം നമ്മൾ സുബിൻ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ പൂജ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശിവപൂജയാണ്. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്ക് ശേഷം ഒരു 7:45 ശിവപൂജ ആരംഭിക്കും. അതിലെല്ലാവരും പങ്കെടുക്കുക. അതിനുശേഷം ഒരു 8:15 നമുക്ക് ഹാളിൽ ഒത്തുകൂടിയിട്ട് ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് കടക്കാം. അതായത് 108 വെറ്റില മുറുക്കൽ, തിരുവാതിര കളി, അതിനുശേഷം പാതിരാപ്പൂ ചൂടൽ എന്നിവയൊക്കെ ഉണ്ടാകും. എല്ലാ കൊല്ലവും വളരെ റിലീജിയസ് ആൻഡ് ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണിത്. സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് കൂടി നമ്മൾ വെറ്റില മുറുക്കും, തിരുവാതിര കളിക്കും. അതിനുശേഷം കുറച്ച് ഫൺ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 12 മണിയോടുകൂടിയാണ് പാതിരാപ്പൂ ചൂടൽ ചടങ്ങ്. എല്ലാവരും കൂടി പാതിരാപ്പൂ തേടിപ്പോവലും അതിനുശേഷം ചന്ദ്രനെ നോക്കി നമ്മൾ പാതിരാപ്പൂ ചൂടും. അതോടുകൂടി ആ ചടങ്ങ് അവസാനിക്കും. അതിനുശേഷം എല്ലാവരും വീട്ടിൽ പോകും. പിറ്റേ ദിവസവും നമ്മൾ ഉറക്കം അടയ്ക്കും. അതായത് ഞായറാഴ്ച വൈകുന്നേരം ചന്ദ്രനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഉറങ്ങുന്നതും ആഹാരം കഴിക്കുന്നത്. എല്ലാ കൊല്ലവും വളരെ നന്നായി നടന്നു പോകുന്നൊരു അനുഷ്ഠാനമാണ് ഇവിടെ ഈ ചടങ്ങ്. അതുപോലെ തന്നെ ഈ കൊല്ലവും നിങ്ങളെല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ചടങ്ങിൽ പങ്കെടുക്കണം, വ്രതം അനുഷ്ഠിക്കണം, പൂജയിൽ പങ്കെടുക്കണം. എല്ലാവർക്കും ശ്രീ ഭഗവാൻ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.